നമഃ ശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജഗജ്ജനനി മാതാ അമൃതാനന്ദമയീ ദേവി. അമ്മയുടെ ആശ്രമചിട്ടകൾ, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള കഠിന സാധനകൾ. ഈശ്വരനെ ശരണം പ്രാപിക്കുക, ഈശ്വരൻ എല്ലാം നിറവേറ്റും. ഇത് അമ്മയുടെ മുദ്രാവാക്യമാണ്. പല മാർഗങ്ങളിലൂടെ അമ്മ ഇക്കാര്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു. ബ്രഹ്മചാരികൾക്ക് അമ്മയുടെ കൃപയെപ്പറ്റി ഇഷ്ടം പോലെ പറയാനുണ്ട്. ഒരു ബ്രഹ്മചാരി പറയുന്നു, ഓരോ ദിവസം കഴിയുന്തോറും അമ്മയുടെ കൃപ ഉള്ളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആഹാരവും ഉറക്കവും കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നു, നിരന്തരം ധ്യാനിക്കാൻ ശ്രമിക്കുന്നു. അമ്മ എൻ്റെ ഉള്ളിൽ ഇരുന്നും കൊണ്ട് വേണ്ടതെല്ലാം പറഞ്ഞു തരുന്നു. വേറൊരു ബ്രഹ്മചാരി പറഞ്ഞു, മറ്റുള്ളവരോടുള്ള സ്നേഹം പുറമേ അമ്മ എന്നോട് കാണിക്കാറില്ല. അതിൽ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അതിന് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയുടെ സമാധാനം ഇതാണ്: ഓരോരുത്തർക്കും വേണ്ടത് അമ്മ കൊടുക്കും, അവരുടെ ചിന്താഗതിക്കനുസരിച്ച് പെരുമാറും. ഗുരുവിൻ്റെ കൂടെയുള്ള വാസം ഒരു വലിയ യുദ്ധം തന്നെയാണ്. ശിഷ്യന്റെ വാസനകളെ ഇളക്കിക്കൊണ്ടുവന്ന് നശിപ്പിക്കും. എല്ലാം സ്വന്തം നന്മയ്ക്കാണെന്ന് കരുതി ഒളിച്ചോടാതെ ധീരതയോടെ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുന്നവനാണ് ധീരൻ. പല ബ്രഹ്മചാരികളും വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഏതോ ശക്തി അവരെ പിടിച്ചു വലിച്ച് ആശ്രമത്തിൽ എത്തിക്കും. ഇവിടെ നിന്നു പോകാൻ മനസ്സ് അനുവദിക്കുകയില്ല. അമ്മ പ്രഖ്യാപിക്കും, നിന്നെയൊന്നും ഞാൻ അങ്ങനെ വിടുകയില്ല. എല്ലാം അവിടുന്ന്, എല്ലാം ഈശ്വരൻ എന്ന ഭാവം വരാതെ രക്ഷയില്ല. സാധന തുടരുക, സാധന തുടരുക. ആശ്രമം കുരുക്ഷേത്രമാണ്. വാസനകളുമായി ഇവിടെ നിരന്തരം യുദ്ധം നടക്കുന്നു. കടിഞ്ഞാണും ചമ്മട്ടിയുമായി കൃഷ്ണമയ്യായ അമ്മയുണ്ട്. അമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾ നിഷ്കളങ്കമായി സാധന ചെയ്താലേ ഈശ്വരൻ നിങ്ങളിൽ കൃപ ചൊരിയൂ. ഞാനെന്ന ഭാവത്തിൽ എത്ര കാലം തപസ് ചെയ്താലും അവിടുത്തെ കൃപയില്ലാതെ വാസന നശിക്കുകയില്ല. സ്നേഹമാണ് അമ്മയുടെ ശിക്ഷണത്തിൻ്റെ താക്കോൽ. അത് എല്ലാവരെയും സാധനയ്ക്ക് പ്രേരിപ്പിക്കുന്നു. മക്കളെ പുകഴ്ത്തി അവർക്ക് ആത്മബലം കൊടുക്കുക അമ്മയുടെ ഒരു രീതിയാണ്. അമ്മ പറയും, നീ അമ്മയുടെ കിനാവാണടാ, നീ വേഗം ലക്ഷ്യം നേടും മോനെ, മറ്റുള്ളവരെക്കാൾ മുമ്പേ നീ എത്തും. അജ്ഞാതമായ ആധ്യാത്മിക മേഖലയിലേക്ക് കടക്കുന്ന സാധകന് സദ്ഗുരുവിൻ്റെ പ്രോത്സാഹനം ജീവജലമാണ്. മറിച്ച് രൗദ്രഭാവവുമുണ്ട് അമ്മക്ക്. അമ്മ പറയുന്നു, ഒന്നും പ്രതീക്ഷിക്കാതെ അമ്മയെ ആരും സ്നേഹിക്കുന്നില്ല. അമ്മ എപ്പോഴും ചിരിച്ചു കാണിച്ചാൽ ആശ്രമവാസികൾക്ക് സന്തോഷമാണ്. അമ്മയുടെ മുഖം കറുത്താൽ അമ്മയ്ക്ക് സ്നേഹമില്ലെന്ന് അവർ കരുതുന്നു. അമ്മയ്ക്കൊട്ടും വെറുപ്പില്ല. അവരെ അതായത് ബ്രഹ്മചാരി മക്കളെ അമ്മയിൽ നിന്ന് ഭിന്നമായി അമ്മ കാണുന്നില്ല. പക്ഷെ ബാഹ്യമായി അവരെ വാത്സല്യിച്ചാൽ അവർ ഉള്ളിലേക്ക് നോക്കുകയില്ല. അന്തർമുഖരാകണം, എങ്കിലേ സാധനയ്ക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അന്തർമുഖരായി സാധന നന്നായി ചെയ്തു കൊണ്ടുപോയി അവരെ ഈശ്വര സാക്ഷാത്കാരം അനുഭവിക്കണം. അതാണ് അമ്മയുടെ സാധനാ രീതി. ഹരി ഓം നമഃ ശിവായ.